ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐം കാൽക്കുലേറ്റിംഗ്. വരാൻ പോകുന്ന PSC എക്സാമുകൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുന്ന 25 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, റേഷൻ വിഹിതം എല്ലാ മാസവും ഗുണഭോക്താക്കളുടെ വീടുകളിൽ എത്തിക്കുന്ന പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതി ഒപ്പം. റേഷൻ വിഹിതം എല്ലാ മാസവും ഗുണഭോക്താക്കളുടെ വീടുകളിൽ എത്തിക്കുന്ന പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് ഒപ്പം. ന്യൂസിലൻഡിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായ ചുഴലിക്കാറ്റ് ഗബ്രിയേൽ ചുഴലിക്കാറ്റ്. ന്യൂസിലൻഡിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായ ചുഴലിക്കാറ്റാണ് ഗബ്രിയേൽ ചുഴലിക്കാറ്റ്. 2023 പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാര ജേതാവ് ഇന്നസെന്റ്. 2023 പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാര ജേതാവ് ഇന്നസെന്റ്. ഏതൊരു മനുഷ്യന്റെയും ജീവിതം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ബെന്യാമിൻ. ഏതൊരു മനുഷ്യന്റെയും ജീവിതം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ബെന്യാമിൻ. 2023 ദേശീയ വനിതാ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ കേരളം. 2023 ദേശീയ വനിതാ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കളാണ് കേരളം. പ്രവർത്തനത്തിലിരിക്കെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ലോകത്തിലെ ആദ്യ സർവകലാശാല വിശ്വഭാരതി സർവകലാശാല. പ്രവർത്തനത്തിലിരിക്കെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. 75ാം റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഒഡീഷ. 75ാം റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഒഡീഷ. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി സ്നേഹഹസ്തം. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം പദ്ധതി. പദ്ധതി നടപ്പിലാക്കുന്നത് കേരള ആരോഗ്യ വകുപ്പും വനം വകുപ്പും പട്ടികജാതി പട്ടികവർഗ വകുപ്പും സംയുക്തമായിട്ടാണ്. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം പദ്ധതി. സ്നേഹഹസ്തം പദ്ധതി നടപ്പിലാക്കുന്നത് കേരള ആരോഗ്യ വകുപ്പ്, വനം വകുപ്പ്, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് എന്നിവ സംയുക്തമായിട്ടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭയാണ് ഛത്തീസ്ഗഡ്. 2023 സ്വാമി ആനന്ദതീർത്ഥൻ പുരസ്കാരത്തിന് അർഹനായത് ശ്രീ പെരുമാൾ മുരുകൻ. 2023 സ്വാമി ആനന്ദതീർത്ഥൻ പുരസ്കാരത്തിന് അർഹനായത് തമിഴ് സാഹിത്യകാരനായ പെരുമാൾ മുരുകനാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ ബോട്ട് ക്ലാസിക് ഇംപീരിയൽ. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ ബോട്ടാണ് ക്ലാസിക് ഇംപീരിയൽ. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എസ് ജയശങ്കർ. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എസ് ജയശങ്കർ ആണ്. ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ് എസ് ജയശങ്കർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ച രാജ്യം റഷ്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ച രാജ്യം റഷ്യ. ഒരു പ്രദേശത്തിന്റെ ജലത്തിന്റെ ലഭ്യതയും വിനിയോഗവും അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന രേഖ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം ജല ബജറ്റ്. ഒരു പ്രദേശത്തിന്റെ ജലത്തിന്റെ ലഭ്യതയും വിനിയോഗവും അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന രേഖ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ജല ബജറ്റ്. ഇന്ത്യയിൽ ആദ്യമായി
ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പരമ്പരാഗത ജീവിത രീതികൾക്കും ഗ്രാമീണ വിനോദസഞ്ചാരത്തിനും പ്രാധാന്യം നൽകുന്ന കേരള ടൂറിസം വകുപ്പിന്റെ പദ്ധതി സ്ട്രീറ്റ് ടൂറിസം പദ്ധതി. പരമ്പരാഗത ജീവിത രീതികൾക്കും ഗ്രാമീണ വിനോദസഞ്ചാരത്തിനും പ്രാധാന്യം നൽകുന്ന കേരള ടൂറിസം വകുപ്പിന്റെ പദ്ധതി സ്ട്രീറ്റ് ടൂറിസം പദ്ധതി. ബേപ്പൂരിൽ നിലവിൽ വരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകത്തിന്റെ പേര് ആകാശമിഠായി. ബേപ്പൂരിൽ നിലവിൽ വരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകത്തിന്റെ പേര് ആകാശമിഠായി. കടൽ മാർഗം പാഴ്സലുകളും മെയിലുകളും എത്തിക്കുന്നതിന് ഇന്ത്യ പോസ്റ്റ് ആരംഭിച്ച സംവിധാനം തരംഗ് മെയിൽ സർവീസ്. കടൽ മാർഗം പാഴ്സലുകളും മെയിലുകളും എത്തിക്കുന്നതിന് ഇന്ത്യ പോസ്റ്റ് ആരംഭിച്ച സംവിധാനമാണ് തരംഗ് മെയിൽ സർവീസ്. കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം മെയ് 17. കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം മെയ് 17 1998 മെയ് 17 കുടുംബശ്രീ രൂപീകൃതമായത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 25,000 റൺസ് തികയ്ക്കുന്ന താരം വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 25,000 റൺസ് തികയ്ക്കുന്ന താരം വിരാട് കോഹ്ലി. മികച്ച ജില്ലാ കളക്ടർക്കുള്ള സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ അവാർഡിന് അർഹയായത് എ ഗീത. മികച്ച ജില്ലാ കളക്ടർക്കുള്ള സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ അവാർഡിന് അർഹയായത് ശ്രീമതി എ ഗീതയാണ്. എനിക്ക് എന്റെ വഴി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ടി പത്മനാഭൻ. എനിക്ക് എന്റെ വഴി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ടി പത്മനാഭൻ. പ്രഥമ കേരള ഒളിമ്പിക്സ് ഗെയിംസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല തിരുവനന്തപുരം. പ്രഥമ കേരള ഒളിമ്പിക്സ് ഗെയിംസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല തിരുവനന്തപുരം. ഐക്യരാഷ്ട്ര സംഘടന ചെറുധാന്യ വർഷമായി ആചരിച്ച വർഷം 2023. ഐക്യരാഷ്ട്ര സംഘടന ചെറുധാന്യ വർഷമായി ആചരിച്ച വർഷമാണ് 2023. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ചാറ്റ് ബോട്ട് ആധാർ മിത്ര. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടാണ് ആധാർ മിത്ര. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ജനങ്ങളെ സഹായിക്കുന്നതിനായി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച ചാറ്റ് ബോട്ടാണ് ആധാർ മിത്ര. ശൈശവ വിവാഹം തടയുന്നതിനായി സംസ്ഥാന സർക്കാരും വനിതാ ശിശുക്ഷേമ വകുപ്പും ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി പൊൻവാക്ക്. ശൈശവ വിവാഹം തടയുന്നതിനായി സംസ്ഥാന സർക്കാരും വനിതാ ശിശുക്ഷേമ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പൊൻവാക്ക്. ഇനി നമുക്ക് ഇപ്പോൾ പഠിച്ച 25 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, റേഷൻ വിഹിതം എല്ലാ മാസവും ഗുണഭോക്താക്കളുടെ വീടുകളിൽ എത്തിക്കുന്ന പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതി ഒപ്പം. ന്യൂസിലൻഡിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായ ചുഴലിക്കാറ്റ് ഗബ്രിയേൽ ചുഴലിക്കാറ്റ്. 2023 പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാര ജേതാവ് ഇന്നസെന്റ്. ഏതൊരു മനുഷ്യന്റെയും ജീവിതം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ബെന്യാമിൻ. 2023 ദേശീയ വനിതാ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ കേരളം. പ്രവർത്തനത്തിലിരിക്കെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ലോകത്തിലെ ആദ്യത്തെ സർവകലാശാല വിശ്വഭാരതി സർവകലാശാല. 75ാം റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഒഡീഷ. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി സ്നേഹഹസ്തം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഛത്തീസ്ഗഡ്. 2023 സ്വാമി ആനന്ദ തീർത്ഥൻ പുരസ്കാരത്തിന് അർഹനായത് പെരുമാൾ മുരുകൻ. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ ബോട്ട് ക്ലാസിക് ഇംപീരിയൽ. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എസ് ജയശങ്കർ.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവച്ച രാജ്യം റഷ്യ. ഒരു പ്രദേശത്തിന്റെ ജലത്തിന്റെ ലഭ്യതയും വിനിയോഗവും അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന രേഖ അറിയപ്പെടുന്നത് ജല ബജറ്റ് എന്ന പേരിൽ. പരമ്പരാഗത ജീവിത രീതികൾക്കും ഗ്രാമീണ വിനോദസഞ്ചാരത്തിനും പ്രാധാന്യം നൽകുന്ന കേരള ടൂറിസം വകുപ്പിന്റെ പദ്ധതി സ്ട്രീറ്റ് ടൂറിസം. ബേപ്പൂരിൽ നിലവിൽ വരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകത്തിന്റെ പേര് ആകാശ മിഠായി. കടൽ മാർഗം പാഴ്സലുകളും മെയിലുകളും എത്തിക്കുന്നതിന് ഇന്ത്യ പോസ്റ്റ് ആരംഭിച്ച സംവിധാനം തരംഗ് മെയിൽ സർവീസ്. കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം മെയ് 17. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 25,000 റൺസ് തികയ്ക്കുന്ന താരം വിരാട് കോഹ്ലി. മികച്ച ജില്ലാ കളക്ടർക്കുള്ള സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ അവാർഡിന് അർഹയായത് ശ്രീമതി എ ഗീത. എനിക്ക് എന്റെ വഴി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ടി പത്മനാഭൻ. പ്രഥമ കേരള ഒളിമ്പിക്സ് ഗെയിംസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല തിരുവനന്തപുരം. ഐക്യരാഷ്ട്ര സംഘടന ചെറുധാന്യ വർഷമായി ആചരിച്ച വർഷം 2023. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ചാറ്റ് ബോട്ട് ആധാർ മിത്ര. ശൈശവ വിവാഹം തടയുന്നതിനായി സംസ്ഥാന സർക്കാരും വനിതാ ശിശുക്ഷേമ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി പൊൻവാക്ക്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.